നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആരെയും പേടിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടതുമില്ല. നല്ല കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ഇപ്പോൾ നമ്മുടെ ഫാബുലസ് ഫാമിലി എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഞാനുമായിട്ട് കണക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ അധികവും ഈ സെൻസറി ഇഷ്യൂസോ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറേ ടിപ്സും ട്രിക്സും യൂസ് ചെയ്താൽ മാത്രം ലൈഫ് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക, എപ്പോഴും ഒരു കണക്ഷൻ വെക്കുക. ഇപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എനിക്ക് വരുന്ന മെസ്സേജാണ്, ഇത്ര നേരവും വെറുതെ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മടിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു. അതിനകത്തെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഇതൊരു ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള ഒരാളിങ്ങനെ പറയില്ല. ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 by 1 കാര്യങ്ങൾ ചെയ്ത്, ഓഫീസാണെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത്, ആരും അതിനയുടെ സ്റ്റാറ്റസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതിനയുടെ സ്റ്റാറ്റസ് കണ്ടാൽ മോട്ടിവേഷൻ എന്നില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ വന്നാലും ചെയ്തിരിക്കും. ന്യൂറോ ഡൈവേഴ്ജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ രീതിയിൽ തലവർക്കാവുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സമാധാനമാണ്, അവർ സേഫ്റ്റിയാണ്. ഞാൻ കുറച്ച് ദിവസം നടന്ന് പിന്നെ നടക്കാത്തതിൻ്റെ പോസ്റ്റ് നടക്കാൻ പോയി അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് പിന്നെ നടക്കാൻ പോകാത്തതിൻ്റെ കാര്യങ്ങൾ ഇട്ടപ്പോൾ കുറേ പേർക്കപ്പോൾ അതിനെയും നമ്മളെപ്പോലെ തന്നെ ആണല്ലേ എന്നുള്ള ചോദ്യമൊക്കെ. നിങ്ങളെപ്പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്. നിങ്ങളുടെ ബ്രെയിനും എൻ്റെ ബ്രെയിനും തമ്മിൽ ഒരുപാട് ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം ഒരു കണക്ഷൻ ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഈ ADHD സ്ട്രഗിളുള്ള ഒരാൾക്ക് ശരിയായ രീതിയിലുള്ള കോച്ചിങ് അല്ലെങ്കിൽ തെറാപ്പി, സപ്പോർട്ട്, മെഡിക്കേഷനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ ലൈഫ് പോകുകയെന്നുള്ളത് നോക്കാം. സ്ട്രെസ്സ്, എപ്പോഴും സ്ട്രെസ്സായിരിക്കും. ആങ്സൈറ്റി, ഡിപ്രഷൻ വളരെ നോർമലായിരിക്കും. ചെറിയ കാര്യത്തിന് പോലും ആങ്സൈറ്റി. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജോലിയിൽ നിന്ന് മറ്റേതിലേക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ആങ്സൈറ്റി കൂടിക്കൂടി ആവുന്നതാണ്.